ആ വാക്കുകൾ കേട്ട് ആവണിയുടെ ഹൃദയം തകർന്നു. ഗീതയുടെയും ജയരാജിന്റെയും കണ്ണുകളിൽ ടെൻഷൻ വ്യക്തമായി കാണാമായിരുന്നു. ഗായത്രി ദേവിക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആവണി ശബ്ദം താഴ്ത്തി ആദിത്യനോട് ചോദിച്ചു, ആദിത്യ, സത്യം പറ, ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ആദിത്യൻ ആവണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നീ എന്നെ വിശ്വസിക്കുവോ? മറുപടി പറയാതെ ആവണി ആദിത്യന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി. അവൻ മോഷ്ടിച്ചതാണെന്ന് അവൾക്കും വിശ്വാസമില്ലായിരുന്നു. എങ്കിലും ഇത്രയും വില കൂടിയ സമ്മാനം എവിടെ നിന്നാണ് എന്ന സംശയം അവൾക്കുണ്ട്. ആദിത്യൻ വേഗം തന്നെ ഒരു കള്ളം കണ്ടുപിടിച്ചു. ഇത് നിനക്ക് തരാൻ വേണ്ടി ഒരാൾ എന്റെ കയ്യിൽ തന്നതാണ്, ആദിത്യൻ പറഞ്ഞൊപ്പിച്ചു. വാവ്, ഇത്രയും വില കൂടിയ സാധനം നിന്നെപ്പോലെ ഒരു വെറും വേസ്റ്റിന്റെ കയ്യില് ആരെങ്കിലും എന്തിനാണ് തരുന്നത്? പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം മരിച്ചോ? ഞങ്ങൾക്ക് ദഹിക്കാൻ കഴിയുന്ന ഒരു നുണയെങ്കിലും പറ, ഉടനെ നീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദിത്യൻ പക്ഷേ മടിച്ചു നിൽക്കാതെ മറുപടി പറഞ്ഞു, ഞാൻ കള്ളം പറയുകയല്ല. ഈ മാല ആവണിക്ക് വേണ്ടി വന്നതാണ്. ഇത് മാത്രമല്ല, പള്ളിക്കൽ കുടുംബത്തിൽ നിന്ന് നേരത്തെ വന്ന എല്ലാ സമ്മാനങ്ങളും ആവണി കാരണമാണ്. ആവണി ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സമ്മാനങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആദിത്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. രാഘവന്റെയും സിദ്ധാർത്ഥിന്റെയും കാലിനടിയിൽ നിന്ന് മണ്ണിളകിയതുപോലെ തോന്നി. പക്ഷേ ആവണി അപ്പോഴും ആദിത്യന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. താനുമായി ഒരു പരിചയവുമില്ലാതെ പള്ളിക്കൽ കോവിലകത്ത് നിന്നും താൻ കാരണം എന്തിനാണ് സമ്മാനങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആവണി എന്നല്ല, ആരും അത് വിശ്വസിക്കില്ല എന്ന് ആദിത്യനും അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ ആദിത്യൻ തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് മൂർത്തിക്ക് ഒരു മെസ്സേജ് അയച്ചു. അതിനിടയിൽ ആവണി ദേഷ്യത്തോടെ പറഞ്ഞു, ആദിത്യ, മതി, ഇനിയും നീ എത്ര കള്ളം പറയും? നീ കാരണം നമ്മുടെ കുടുംബം എത്രമാത്രം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ തന്നെ മുത്തശ്ശിയോട് ക്ഷമ ചോദിക്കണം. എന്നാൽ ആദിത്യൻ ആത്മവിശ്വാസത്തോടെ തന്നെ നിന്നു. ഞാൻ സത്യം പറയുകയാണ് ആവണി, ഈ മാല ഞാൻ മോഷ്ടിച്ചതല്ല. നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്കിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാം. ഇതൊക്കെ കണ്ടിട്ട് വേദികയ്ക്ക് ദേഷ്യം സഹിക്കുന്നില്ലായിരുന്നു. അതെ, അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നീ ഇന്നിവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തന്റെ മൊബൈൽ എടുത്ത് പോലീസിന് ഡയൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ നിമിഷം തന്നെ ആവണി അവളെ തടഞ്ഞു. ഒരു മിനിറ്റ് വേദിക, ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴും ദേഷ്യത്തോടെ നിന്ന വേദിക പറഞ്ഞു, ഇനി എന്താണ് തെളിയിക്കപ്പെടാൻ ബാക്കിയുള്ളത്? നിന്റെ ഭർത്താവ് ഒരു കള്ളനാണ്, ഒരു കള്ളനായിരുന്നു, ഒരു കള്ളനായി തന്നെ തുടരും. ഇത്രയും പറഞ്ഞുകൊണ്ട് വേദിക നമ്പർ ഡയൽ ചെയ്തു. പക്ഷെ അവൾക്ക് പോലീസിനെ വിളിക്കാൻ കഴിയുന്നതിന് മുമ്പ് മൂർത്തി മുന്നിൽ നിന്ന് വരുന്നത് അവൾ കണ്ടു. മൂർത്തി പിന്നെയും പാർട്ടിയിൽ തിരിച്ചെത്തിയത് കണ്ട് ഗായത്രി ദേവി അമ്പരന്നു. ഗായത്രി ദേവി ആശയക്കുഴപ്പത്തോടെ ചുറ്റും നോക്കി. ഇന്നെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവൾ മുന്നോട്ട് വന്ന് മൂർത്തിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അയാൾ തന്റെ ബോഡി ഗാർഡ്സിനോട് ആംഗ്യം കാണിച്ചു. അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇത്രയും വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയായ ആദിത്യനെ അപമാനിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂർത്തി ഉറക്കെ പറഞ്ഞു, എല്ലാം തിരികെ എടുക്കൂ, ഇവിടെ ഒന്നും ഇനി കാണാൻ പാടില്ല. ഗായത്രി ദേവി ആകെ അസ്വസ്ഥതയോടെ ചോദിച്ചു, മിസ്റ്റർ മൂർത്തി, എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്തത്? എന്നാൽ മൂർത്തി അവരെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്ലീസ്, എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. അയാളുടെ കൽപ്പന പ്രകാരം ബോഡി ഗാർഡ്സ് ഉടൻ തന്നെ ഹാളിലെ എല്ലാ സമ്മാനങ്ങളും വാഹനങ്ങളിലേക്ക് തിരികെ കയറ്റാൻ തുടങ്ങി. രാഘവനും സിദ്ധാർത്ഥും ആശങ്കാകുലരായി പരസ്പരം നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. മൂർത്തിയെ ശാന്തനാക്കാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് മുന്നോട്ട് നടന്നു. സർ, എന്താണ് കുഴപ്പം? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് പരിഹരിക്കാം. എന്റെ അച്ഛന് പള്ളിക്കൽ കോവിലകത്തുള്ളവരെ നന്നായി അറിയാം. മൂർത്തി അവനെ അടിമുടി നോക്കി. ആരാണ് നിന്റെ അച്ഛൻ? എനിക്ക് അയാളെന്നും അറിയില്ല. പോലത്തുള്ളവരൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുമായി ഇടപഴകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തനിക്കെന്താ ഒട്ടും ബോധമില്ലേ? അയാളുടെ മുഖത്തോടെയുള്ള ഭാവം എല്ലാവരെയും നടുക്കി. എന്നിട്ടും ആദിത്യൻ ശാന്തമായി ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. എന്നാൽ ആവണിയും കുടുംബവും ആ രംഗമെല്ലാം വളരെ അസ്വസ്ഥതയോടെയാണ് കണ്ടുനിന്നത്. തന്റെ കുടുംബത്തിന്റെ അപമാനം സഹിക്കാൻ കഴിയാതെ ഗായത്രി ദേവി രാഘവന്റെ നേരെ രൂക്ഷമായി തിരിഞ്ഞു. രാഘവൻ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും പറയാത്തത്? എന്നാൽ രാഘവൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ നുണ പുറത്തു വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. തന്നോടുള്ള ബന്ധം കാരണമാണ് പള്ളിക്കൽ കുടുംബം ആ സമ്മാനങ്ങളെല്ലാം കൊണ്ടുവന്നത് എന്നാണ് ഈ നിമിഷം വരെ അവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്ന് അയാൾക്കറിയാം. അയാളാണ് ഇപ്പോൾ ആകെ കുടുങ്ങിയത്. നിശബ്ദനായി എല്ലാം നോക്കിക്കൊണ്ടിരുന്ന നീലിന് തന്റെ സഹോദരിയുടെയും മുത്തശ്ശിയുടെയും വിഷാദം നിറഞ്ഞ മുഖങ്ങൾ ഇനി കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവൻ മൂർത്തിയുടെ അടുത്തേക്ക് നടന്നു. സർ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നാൽ മൂർത്തി അവനെ തടഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് മാറിക്കേ, എന്റെ ജോലി ഞാൻ പൂർത്തിയാക്കട്ടെ. അയാൾ സമ്മാനങ്ങൾ തിരിച്ചെടുക്കാനാണ് വന്നത്. അയാൾ ആദിത്യന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ അവൻ ആരും കാണാതെ വേദികയുടെ നേരെ നോക്കി മൂർത്തിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. മൂർത്തിയുടെ കണ്ണുകൾ ഉടനെ വേദികയുടെ കയ്യിലുള്ള മാലയിൽ പതിഞ്ഞു. ഈ മാല കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മൂർത്തി ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. എന്നാൽ നീലാണ് അതിനുള്ള മറുപടി പറഞ്ഞത്.
ആ കാര്യമാണ് ഞാൻ സാറിനോട് പറയാൻ വന്നത്. ഈ മാല ഈ നിൽക്കുന്ന ആദിത്യൻ മോഷ്ടിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചത്. നീൽ കാര്യം വളച്ചൊടുക്കുകയാണെന്ന് വ്യക്തമായിരുന്നു. മൂർത്തിയുടെ ദേഷ്യം കൂടുതൽ വർദ്ധിച്ചു. അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാല ആര് മോഷ്ടിച്ചെന്നാണ് നീ പറഞ്ഞത്? ഉടനെ ഗായത്രി ദേവി ഇടപെട്ടു. സർ, നീൽ പറഞ്ഞത് ശരിയാണ്. ഈ മാല. എന്നാൽ മൂർത്തി അവരെ അപ്പോഴും സംസാരിക്കാൻ അനുവദിച്ചില്ല. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. എന്റെ ബോസ് എന്നോട് ഇവിടെ വരാൻ ഉത്തരവിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തില്ലായിരുന്നു. ശേഷം അയാൾ നേരെ ഗായത്രി ദേവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പെട്ടെന്ന് ആവണിയുടെ നേരെ നോട്ടം തിരിച്ചു. എന്നിട്ട് വേദികയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി നേരെ ആവണിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് വളരെ മൃദുവായ സ്വരത്തിൽ അവളോട് പറഞ്ഞു, മിസ് ആവണി, നിങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചതിന് സോറി. ഞാൻ വന്നപ്പോൾ തന്നെ കാര്യം പറയണമായിരുന്നു. സത്യത്തിൽ പള്ളിക്കലെ കൊച്ചുതമ്പുരാൻ ഈ മാല നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അയച്ചതാണ്. സോറി, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിപ്പോയി. എല്ലാവരും അത് കേട്ട് ഞെട്ടിപ്പോയി. ആദിത്യൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് എല്ലാവർക്കും അപ്പോൾ വ്യക്തമായി. അത് ആവണിക്കുള്ളത് തന്നെയാണ്. എന്നിട്ടും ആവണിക്കത് വിശ്വസിക്കാൻ പ്രയാസമായി. എനിക്കോ? അവൾ അത്ഭുതത്തോടെ മന്ത്രിച്ചു. പക്ഷെ എന്തിന്? മൂർത്തി മറുപടി പറയുന്നതിനു മുമ്പ് ആദിത്യന്റെ നേരെ തിരിഞ്ഞു. കാരണം ഞങ്ങളുടെ കൊച്ചു തമ്പുരാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ മാല നിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹസമ്മാനമാണ്. ഈ സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നതും അദ്ദേഹമാണ്. ഗായത്രി ദേവിയുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. ഗീതയും ജയരാജും കേട്ടത് വിശ്വസിക്കാനാവാതെ മരവിച്ചു നിന്നു. വേദികയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണെന്നാണ് എല്ലാവരും അതുവരെ കരുതിയിരുന്നത്. പക്ഷെ ഇത്തരമൊരു സമ്മാനം അയച്ച ആളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആവണിയേക്കാൾ അത്ഭുതപ്പെട്ട മറ്റാരും അവിടെ ഇല്ലായിരുന്നു. അവൾ പിറുപിറുത്തു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ കൊച്ചു തമ്പുരാൻ ആരാണ്? ഇത് കേട്ടപ്പോൾ മൂർത്തിയും ആദിത്യനും പരസ്പരം നോക്കി. പക്ഷെ ആദിത്യൻ പെട്ടെന്ന് തന്നെ സൂക്ഷ്മമായ ഒരാംഗ്യത്തിലൂടെ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് മൂർത്തിക്ക് സൂചന നൽകി. മൂർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തു. സമയമാകുമ്പോൾ നിങ്ങളെല്ലാം അറിയും. ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ കഴിയില്ല. സോറി മിസ് ആവണി, എനിക്ക് പോകാൻ നേരമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. ആവണി ഒരു നിമിഷം നിശ്ചലയായി നിന്നു. ഇപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സത്യം അവളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരോ തന്നെ പിന്തുടരുന്നുണ്ട്. എങ്കിലും ഒരു വർഷത്തിനു ശേഷം ഈ സത്യത്തെ നേരിടാൻ അവൾ നിർബന്ധിതയാകുമെന്ന് ആദിത്യൻ അറിയാമായിരുന്നു. തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ സമ്മാനം താൻ എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന ചിന്ത ആവണിയിലുണ്ടായി. അവൾ അപ്പോൾ തന്നെ മൂർത്തിയെ തടയാൻ വേണ്ടി അയാളുടെ പിന്നാലെ ഗേറ്റിലേക്ക് ഓടി. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഈ തമ്പുരാനെ പറ്റി ഒന്നും അറിയാതെ എനിക്ക് ഈ മാല സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ മൂർത്തി ഇതിനകം തന്നെ ആവണി പറഞ്ഞത് അവഗണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ആവണി ആകെ നിരാശയിലായി. അവൾ തിരികെ ഹാളിലേക്ക് തന്നെ നടന്നു. ഇപ്പോൾ എല്ലാ കണ്ണുകളും ആവണിയെയും ആദിത്യനെയും നോക്കി നിൽക്കുകയാണ്. ഹാൾ ആകെ നിശബ്ദതയിൽ മുങ്ങി. ഒടുവിൽ ആദിത്യൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ആ മാല മോഷ്ടിച്ചതല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായല്ലോ. അവന്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. അവർക്ക് തന്റെ തെറ്റ് മനസ്സിലായി. ആരും തിരിച്ചൊന്നും പറഞ്ഞില്ല. മറുവശത്ത് ഗായത്രി ദേവി ഒരു സുവർണാവസരം ലഭിച്ചതുപോലെ ഇരിക്കുകയാണ്. പള്ളിക്കൽ കോവിലകവുമായി ഒരു ബന്ധത്തിന് അവർക്ക് അവസരം കിട്ടി. അവിടെയുണ്ടായ അപമാനമെല്ലാം അപ്പോൾ അവർ മറന്നു. പണമായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. പ്രായത്തിനനുസരിച്ച് അവരുടെ അത്യാഗ്രഹം കൂടുതൽ മൂർച്ചയുള്ളതായി. ഇപ്പോൾ ആയിരൂരിലെ ഏറ്റവും ശക്തരായ രാജകുടുംബത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആവണി അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഗായത്രി ദേവിയുടെ മുമ്പിൽ ആവണി പെട്ടെന്ന് ഒരു വിലപ്പെട്ട നിധിയായി മാറി. ഒരു നിമിഷം കൊണ്ട് അവരുടെ കാഴ്ചപ്പാട് മാറി. ഗായത്രി ആവണിയുടെ തോളിൽ കൈവച്ചു. അവർ മൃദുവും വാത്സല്യപൂർണവുമായ സ്വരത്തിൽ പറഞ്ഞു, ആവണി മോളെ, ഇത്രയും സ്വാധീനമുള്ള ഒരു കുടുംബത്തെ നിനക്കറിയാമെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നാൽ ആവണി പെട്ടെന്ന് തന്നെ അത് തിരുത്തി. മുത്തശ്ശി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഗായത്രി ദേവി ചെറുതായി പുഞ്ചിരിച്ചു. മതി, നീ എത്ര കാലം ഇത് മറച്ചുവെക്കും? സത്യം പറഞ്ഞാ എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ നിന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. എപ്പോഴും നിന്നെ ശകാരിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ കരുതിയാണ് എന്റെ മോളെ. നീ മുത്തശ്ശിയോട് ക്ഷമിക്കേ.